ബിഗ് ബോസ് സീസൺ 8 ജയിച്ചാ മാത്രം പോരെ മോനെ, ജയിച്ചുകൊണ്ടേ ഇരിക്കണം. ഇതാണ് ടാഗ് ലൈൻ. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന പ്രൊമോയാണ്. കാരണം അതിനകത്തൊരു വലിയൊരു കഥയുണ്ട്. നിങ്ങളിൽ പലർക്കും ആ പ്രൊമോ കണ്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാവാതെ തലയിൽ കൂടി ഇങ്ങനെ കറണ്ട് ഓടുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൊമോ ഞാൻ അത്രയ്ക്കും വിശകലനം ചെയ്ത് കറക്റ്റ് പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ വന്നിരിക്കുന്നത്. കാരണം അത്ര വലിയൊരു ബിഗ് സീക്രട്ട് ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു കഥയുണ്ട്. എന്തും ഏത് നിമിഷവും എപ്പോഴും സംഭവിക്കാം എന്നുള്ള ഒരു സംഭവമുണ്ട്. ഈ പ്രൊമോ നമ്മൾ ഒരു തവണ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇതുവരെ വന്നിട്ടുള്ള ബിഗ് ബോസുകളുടെ പ്രൊമോ പോലെ അല്ല ഇത്, നമുക്ക് പഴയ ബിഗ് ബോസുകളുടെ പ്രൊമോ ആയിരുന്നു ഇഷ്ടപ്പെട്ടതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഞാനിപ്പോ പറയുന്ന ഈ റിവ്യൂ കേട്ടതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി അതെടുത്ത് കണ്ടു നോക്ക്. നിങ്ങൾക്ക് കറക്റ്റ് മേക്കേഴ്സ് എന്താണോ ഉദ്ദേശിച്ചത് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം അത്രയും വലിയ ട്വിസ്റ്റുകളാണ് ഈ പ്രൊമോക്കകത്ത് കാണിച്ചിരിക്കുന്നത്. ഈ സീസൺ വേറെ ലെവലായിട്ട് കൊണ്ടുപോകാനാണ് മേക്കേഴ്സ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെനിക്ക് കണ്ടിട്ട് തോന്നിയ സാധനമാണ്. കാരണം ഇവർ ഒരാളിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പതിവ് കണ്ടുകൊണ്ടിരുന്ന ബിഗ് ബോസുകളിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്ട്രക്ചറാണ് ഇതിനകത്ത് അവർ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് സ്ഥിരം പരിപാടീസായ ടാർഗറ്റിങ്, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവൻ്റെ വോട്ട് കിട്ടുക, ഈ പരിപാടീസ് ഒന്നും നടക്കില്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. നമ്മൾ ഒരിടത്ത് ജയിച്ചാൽ പോലും അത് ഒരു ജയമേ അല്ല. നമ്മൾ ജയിക്കുവാണെങ്കിൽ എല്ലായിടത്തും കണ്ടിന്യൂസ്ലി ജയിക്കണം എന്നൊരു സാധനമാണ് ജനറലി ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഈ പ്രൊമോ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് റിവ്യൂ പറയാൻ വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ മൂൺലൈറ്റ് മീഡിയയിലോട്ട് സ്വാഗതം. ആദ്യമായി കയറി വരുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലോ ഇൻസ്റ്റയിലോ ആണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമന്റ് ചെയ്യുക. യൂട്യൂബിൽ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഈ നിങ്ങൾ ആ പ്രൊമോ കണ്ടിട്ട് വന്നത് കാണുക, എന്നിട്ട് ഒന്നുകൂടി പ്രൊമോ കാണുക. ഓക്കെ. അപ്പൊ ആ പ്രൊമോയിൽ നമുക്കറിയാം നമ്മുടെ ലാലേട്ടനെ ഒരിടത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് 3 വില്ലൻസ് വരുന്നുണ്ട്. ഈ 3 വില്ലൻസ് അങ്ങോട്ട് വരുമ്പോൾ തന്നെ ലാലേട്ടന്റെ മുഖത്ത് മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഫോർ എവറി ചോയ്സ് ദർ ഈസ് എ കോൺസിക്വൻസ് എന്ന് പറയുകയാണ്. ഈ ഒരു സെറ്റ് എടുത്ത് വെച്ച് മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഒരു കഥയാണ് ഇതിനകത്ത് കൂടി കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബിഗ് ബോസിൽ സ്ഥിരം നടക്കുന്ന പരിപാടിയാണ് ഒരാളെ ടാർഗറ്റ് ചെയ്യുക, അവരെ കണ്ടിന്യൂസ്ലി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇവർ ഇതിനകത്ത് കൂടി ഉദ്ദേശിക്കുന്നത്. 3 വില്ലൻസ് അങ്ങോട്ട് വന്ന അവസാനം 5, 6, 7 വില്ലൻസ് ആയി മാറുന്നുണ്ട്. അപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന അയാളുടെ മാസ്ക് പൊക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഫോർ എവറി ചോയ്സ് ദർ ഈസ് എ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ ചാപ്റ്റർ 1 സാമം, അതായത് ചർച്ച, അതായത് ഗ്രൂപ്പിസം. പക്ക ബിഗ് ബോസിന്റെ പൊളിറ്റിക്സ് ആണ് തീം, ഗ്രൂപ്പിസം. അപ്പൊ ഗ്രൂപ്പിസം നടത്തി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിന്റെ ഫസ്റ്റ് പോർഷനിൽ കാണിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഓരോ ചതിക്കും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് അവിടെ സത്യം ജയിക്കും എന്നുള്ളതല്ല കാണിക്കുന്നത്. അവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. എന്ത്? നിങ്ങൾ എന്നെ ഉപദ്രവിച്ചോളൂ, എന്നെ അറ്റാക്ക് ചെയ്തോളൂ, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോന്നിനും വലിയ വില കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് വെരി ക്ലിയർലി സ്ട്രാറ്റജി. നമ്മൾ ഒരാൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ അയ്യോ എന്നെ ടാർഗറ്റ് ചെയ്യുന്നേ, എന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തോ, ദൈവം ചോദിക്കും നിങ്ങളുടെ അടുത്ത്, അവര് ചോദിക്കും, ഇവർ ചോദിക്കും. അപ്പം ആര് വോട്ട് കുത്തും? പ്രേക്ഷകർ വോട്ട് കുത്തും. ആ സ്ട്രാറ്റജിയാണ് ലാലേട്ടൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ വലിയൊരു നടൻ, എനിക്ക് പേരറിയത്തില്ല, ആ പുള്ളി അങ്ങോട്ട് വരുവാണ്. ക്യാപ്റ്റൻ, വില്ലന്മാരുടെ ക്യാപ്റ്റനോട് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറയാണ്. ഡിസ്കസ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ തന്നെ ലാലേട്ടൻ പറയുവാണ് എന്ത്? ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ചെക്ക് ബുക്ക് എടുക്കുകയാണ്. ഇതിൽ എത്ര രൂപ ഞാൻ എഴുതി തരണം, എത്ര വേണമെങ്കിലും എഴുതിയെടുത്തോ, പക്ഷേ അതിൽ ഒരു മര്യാദ ഉണ്ടാവണം എന്ന് പറയാണ്. ചാപ്റ്റർ 2 ദാനം അല്ലെങ്കിൽ പ്രതിഫലം. അതായത് ഇതിനകത്ത് കൂടി മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയണം നിങ്ങൾക്ക് ഈ ബിഗ് ബോസ് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്, നിങ്ങൾ ജയിച്ചോ, നിങ്ങൾ ജയിച്ചോ, എനിക്ക് വേണ്ട, എനിക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ വെട്ടിക്കിടന്ന് നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ജയിച്ചോ, പക്ഷേ ഇമാതിരി നാറിയ വേല കളിച്ച് നിങ്ങൾ ജയിക്കരുത്, എനിക്ക് വേണ്ട, നിങ്ങൾ കൊണ്ടുവയ്ക്കോ എന്നുള്ള സ്ട്രാറ്റജി. അതാണ് ലാലേട്ടനിലൂടെ മേക്കേഴ്സ് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ചാപ്റ്റർ 3 ഭേദം അഥവാ ഭിന്നിപ്പിക്കൽ. ആ ക്യാപ്റ്റൻ വന്ന് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ പറയണ ഗണ്ണെടുത്തവൻ ഗണ്ണാലെ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷനുമായിട്ട് വന്നവൻ തന്നെ ആദ്യം തെറിക്കും എന്ന് പറയുകയാണ്. അതായത് പ്രേക്ഷകരിലേക്ക് ഇൻഡയറക്ട്ലി പറഞ്ഞു കൊടുക്കുകയാണ് PR ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ആൾക്കാരെ എന്നെ ഉപദ്രവിക്കുകയാണ്, ഇവനെ പിടിച്ച് പുറത്താക്കൂ എന്നുള്ള ഒരു സാധനം. അപ്പോൾ
എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് വില്ലന്റെ തലവനോട് ലാലേട്ടൻ ചോദിക്കുകയാണ്. അത് കൊല്ലാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞ് ലാലേട്ടൻ നേരെ തോക്ക് ചൂണ്ടുവാണ്. തോക്ക് ചൂണ്ടുമ്പോൾ തോക്കിനകത്ത് ഉണ്ടയില്ല, ഉണ്ടയെല്ലാം ലാലേട്ടന്റെ കയ്യിലാണ്. വിച്ച് മീൻസ് ആ സമയം നമ്മൾ അവനെ അടിച്ചാലും ഇടിച്ചാലും കൊന്നാലും ജനങ്ങൾ ആരുടെ കൂടെയാണ്? ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കൂടെയാണ് ജനങ്ങൾ. കാരണം അവിടെ ഈ പറയുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ലാലേട്ടൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് മാക്സിമം സപ്പോർട്ട് ജനങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടെ നടക്കാൻ പോകുന്നതാണ് ട്വിസ്റ്റ്. ഉണ്ടയില്ലാതാകുമ്പോ തന്നെ എന്ത് ചെയ്യുന്നു? അയാളുടെ കയ്യിലെ പവർ പോകുന്നു. ആ ഗ്രൂപ്പിലെ ഗുണ്ടാ തലവന്റെ കയ്യിലെ പവർ പോകുന്നു. ഗ്രൂപ്പിലെ എല്ലാവരും അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിയാണ്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു എല്ലാവർക്കും കാണില്ലേ തീരുമാനം. അപ്പൊ എല്ലാവരും അയാൾക്കെതിരെ തിരിയാണ്. എന്തുകൊണ്ടാണ് തിരിയുന്നത്? എന്തുകൊണ്ട് തിരിയുന്നു? ഈ വില്ലന്റെ കൂടെ നിന്നവര് ഇത്രയും കാലം ലാലേട്ടന്റെ ആൾക്കാരാണെന്നല്ല അതിനർത്ഥം. വില്ലന്റെ കൂടെ നിന്നവർ വില്ലൻസ് തന്നെയാണ്. പക്ഷേ പവർ ആരുടെ കയ്യിൽ വന്നോ ആ സമയം ആര് തിരിഞ്ഞു? കൂടെ ഉണ്ടായിരുന്ന വില്ലൻസ് പോലും തിരിഞ്ഞു. ആർക്കെതിരെ? അവരുടെ മെയിൻ വില്ലനെതിരെ അവർ തിരിഞ്ഞു. ഇതിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഇയാൾക്ക് എഗെയിൻസ്റ്റ് തിരിഞ്ഞു, സപ്പോർട്ട് ആണെന്നറിഞ്ഞപ്പോ ഇയാൾക്ക് എഗെയിൻസ്റ്റ് തിരിഞ്ഞു. ദെൻ അതിനുശേഷമുണ്ട് ലാലേട്ടനെ കെട്ടഴിക്കുന്നു, ലാലേട്ടനെ അഴിച്ചു വിടുന്നു. വിച്ച് മീൻസ് പുറത്ത് ആർക്കാണോ സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പൊ എന്ത് ചെയ്തു? വില്ലനെതിരെ തിരിഞ്ഞിട്ട്, നമ്മുടെ ഗ്രൂപ്പ് തലവനെതിരെ തിരിഞ്ഞിട്ട് ആർക്ക് സ്തുതിഗീതം പാടാൻ തുടങ്ങി? നമ്മുടെ സപ്പോർട്ട് ആർക്കാണോ അങ്ങോട്ട് സ്തുതിഗീതം പാടാൻ തുടങ്ങി. അതായത് അയാൾ അഴിച്ചു വിടുന്നു. അതാണ് അടുത്ത സാധനം. അപ്പം ഹീറോ സീറോ ആവുകയാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ദെൻ ലാലേട്ടൻ അപ്പൊ പറയണ ബ്യൂട്ടി ഓഫ് ഡെമോക്രസി എന്ന് പറയാണ്. ഡെമോക്രസിയുടെ ബ്യൂട്ടിയാണ് ഇതെന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു കണ്ടങ്ങിരിക്കുന്ന മണ്ടനെ, അങ്ങനെ ആ സാധനം ഉണ്ടല്ലോ, കണ്ടങ്ങിരിക്കുന്ന മാറൽ തോള ആ സാധനം ഉണ്ടല്ലോ, അത് പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ പറയാണ് കിരീടം കിരീടമാകുമെന്ന് കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുക. കിരീടം കിരീടം ആകുമെന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ അതിനെ തിരിച്ചൊന്നുകൂടെ പറയാണ്. അപ്പോ വില്ലൻ ചോദിക്കാണ് ജയിച്ചെന്നാണോ ഇത്രയും ചെയ്തിട്ട് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ ലാലേട്ടൻ പറയണം ഒരിക്കലുമല്ല, ജയിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. വീണ്ടും 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 ഞാൻ ജയിക്കുന്നിടത്താണ് കാര്യമുള്ളത് എന്ന് പറയാ. അപ്പോഴത്തേക്കും വില്ലൻ പറയാണ് 3 ചാണക്യ തന്ത്രങ്ങളും പോരാതെ വരും. ഏത്? സാമവും ദാനവും അതുപോലെ തന്നെ ഭേദവും ഒന്നും കൂടാതെ വരും. ഒന്നും ആവാതെ വരും, നോക്കിക്കോ എന്നിങ്ങനെ പറയണം. നീ ഇവിടെ വിക്ടിം കാർഡ് കളിച്ച് ഇവിടെ മുന്നോട്ട് പോകുന്ന നോക്കിക്കോ എന്നുള്ള ഒരു അർത്ഥമാണ് ആ വില്ലൻ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി, വാച്ച് ഇങ്ങനെ എടുത്ത്, മീശ പിരിച്ചു, അല്ലെങ്കിൽ മുണ്ട് മടക്കി, ഇതിലേതാ ചെയ്യേണ്ടേ എന്നിങ്ങനെ തീരുമാനിക്കാം. വിച്ച് മീൻസ് ക്ലിയർലി 100% the strategies of the victim player ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഞാൻ ഇനി എന്ത് ചെയ്യണം? സദാചാരം, കുലസ്ത്രീ കുലപുരുഷത്വം, അലറൽ, മെയിൽ ഷോവനിസം, ഫെമിനിസം, പണ്ടത്തെ ചിന്താഗതി, ഇപ്പോഴത്തെ ചിന്താഗതി. അപ്പൊ എന്തെല്ലാം സ്ട്രാറ്റജീസ് ഇനി എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്? അതാണ് കൈ കയറ്റി ഇനി ചെയ്യണോ, ചൊതുക്കി ചെയ്യണോ, മീശ പിരിച്ച് ചെയ്യണോ, മുണ്ട് മടക്കി ചെയ്യണോ? നിങ്ങൾക്ക് കത്തിയോ? ഈ പ്രൊമോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ സാധനമാണോ നിങ്ങൾക്ക് ആ പ്രൊമോയുടെ അർത്ഥം കറക്റ്റ് ഫീൽ ആവുന്നുണ്ടോ? എന്താ പറയാ, കിട്ടുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി അവർ ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഹിന്ദിയൊക്കെ കാണുന്നതുകൊണ്ടാണ് എനിക്കിത് പിടികിട്ടിയ കേട്ടോ. എനിക്ക് ആദ്യം ഒന്നും ഇത് കണ്ടപ്പോൾ പിടികിട്ടിയില്ല. ഞാൻ എൻ്റെ പൊന്നെ, ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് എന്ത് പറഞ്ഞു കൊടുക്കും, എനിക്കൊന്നും പിടികിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. 2, 3, 4 തവണ ഇരുന്ന് കണ്ടപ്പോഴാണ് എനിക്ക് സാധനം ക്ലിക്കായത്. അപ്പൊ ലാലേട്ടൻ ബാക്കി പറയണം, ഇനി ഒരു പരിപാടി കൂടി ഉണ്ട്, ദണ്ഡം, അതായത് ശിക്ഷ. എൻ്റെ പിള്ളേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നിനക്കൊക്കെ എനിക്കെതിരെ നിന്നത് ആരൊക്കെയാണോ നിനക്കൊക്കെ ശിക്ഷ കിട്ടാൻ പോവാണ് എന്നുള്ള ഒരു സാധനം ബിഗ് ബോസിൽ പൊതുവേ നടക്കുന്നത്. ആർക്കാണോ സപ്പോർട്ട് കൂടുതൽ അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്നവർക്ക് കിട്ടുന്ന പണി. എന്നിട്ട് അയാൾ അവിടെ കൊല്ലാൻ കൊടുത്തിട്ട് പോവാണ്. ഗുണ്ടകൾ അയാളെ തീർത്തോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ വേറൊരാൾ വരാണ്, ഒരു യുവ നടൻ. എനിക്ക് അയാളെ പേരറിയത്തില്ല. അയാൾ അങ്ങോട്ട് വരുന്നു. ഇതാര്, വൈൽഡ് കാർഡ് എൻട്രിയോ എന്നിങ്ങനെ ചോദിക്കാണ്. എല്ലാം കഴിഞ്ഞില്ലേ, അപ്പൊ ഇനി ഒരു വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ ആവാം എന്നുള്ള ലെവൽ ഇതാ ഒരു സമ്മാനം എന്ന് പറഞ്ഞ ഒരു സൺഗ്ലാസ് കൊടുക്കുകയാണ്. സൺഗ്ലാസോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ സൺഗ്ലാസ് എടുത്ത് വെച്ചുകൊണ്ട് നടന്ന് പോവാണ്. എന്നിട്ട് ലാലേട്ടൻ പറയാണ് ജയിച്ചാ പോരാ മോനെ, ജയിച്ചു കൊണ്ടേയിരിക്കണം എന്ന് പറയാം. ഇനി അതിന് ആ സൺഗ്ലാസിന്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഈ വിക്ടിം കാർഡ് കളിച്ച വ്യക്തി
തുടക്കത്തിൽ അയാളെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു, അയാളെ കുറെ പേര് ടാർഗറ്റ് ചെയ്തു, അയാൾക്ക് എന്തോ ഒരു പവർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ജയിച്ചോ നിങ്ങൾ നാറിയ വേല കളിക്കല്ലേ എന്ന് പറയുന്നു. കൂടെ നിൽക്കുന്നവരെല്ലാം വില്ലൻ അഗെയിൻസ്റ്റ് തിരിയുന്നു, ലാലേട്ടന് സപ്പോർട്ടായിട്ട് വരുന്നു, ലാലേട്ടൻ അടുത്ത തന്ത്രങ്ങൾ പയറ്റാൻ ശ്രമിക്കുന്നു. ലാലേട്ടൻ അവിടെ വിജയിയായി നിൽക്കുമ്പോൾ, പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കി നിൽക്കുമ്പോൾ അവിടേക്ക് വൈൽഡ് കാർഡ് വരുന്നു. എന്തുകൊണ്ട്? സൺഗ്ലാസ് ആണ്, ഒരു നോർമൽ ഗ്ലാസ് അല്ല, സൺഗ്ലാസ് ആണ്. സൺഗ്ലാസ് നമ്മൾ രണ്ട് പരിപാടിക്കാണ് സൺഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. എങ്ങനെയാണ്? നമ്മൾ സൺഗ്ലാസ് വെക്കുമ്പോൾ നമ്മൾ ഭയങ്കര പവർ ഉള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ? നമ്മൾ ഭയങ്കര ഗെറ്റപ്പാണ്, നമ്മൾ കിങ് അല്ലെങ്കിൽ നമ്മൾ ക്വീൻ ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതേ സൺഗ്ലാസ് വെച്ച് ഞാൻ ഇപ്പൊ കാണുന്നത് പോലെ ഉള്ള ദൃശ്യം നമുക്ക് കാണാൻ പറ്റുമോ? സൺഗ്ലാസിന് എപ്പോഴും ഒരു മറവുണ്ട്. എന്ത് മറവാ? ഇരുട്ടിന്റെ മറവ് സൺഗ്ലാസിനുണ്ട്. എല്ലാം നമുക്ക് എങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ? വേറൊരു കളറല്ലേ നമ്മൾ കാണുന്നേ. അപ്പൊ ആ വരുന്ന വൈൽഡ് കാർഡ് ഇയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ്. അതാ നീ പൊളിയാണ്ട്ര, മാസാണ്ട്ര, ഈ കണ്ണട വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും അത് ഏത് കണ്ണടയാ? സൺഗ്ലാസാ, മറവുള്ള കണ്ണടയാണ്. ദാറ്റ്സ് ഓൾസോ എ ഗെയിം. വൈൽഡ് കാർഡ് ഇതെല്ലാം കണ്ടുകൊണ്ട് വന്ന് ഇവനാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കി ഈ വൈൽഡ് കാർഡ് പോലും ഒരു സൺഗ്ലാസ് കൊടുത്ത് അവന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ലെവലിൽ എന്ത് ചെയ്യാണ്? അവനിട്ട് പണിയാനായിട്ട് വന്നെടുത്ത് വെച്ചാണ് ഈ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് നമ്മൾ ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചു കൊണ്ടേയിരിക്കണം. നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യപ്പെട്ട് ജയിച്ചാലും നമ്മുടെ കൂടെ ഓപ്പോസിറ്റ് നമ്മുടെ കൂടെ ജയിച്ചാലും ഒന്നും നമ്മൾ അവിടെ വീഴാതെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു അർത്ഥം മാത്രമല്ല ഇതിനുള്ളത്. ഇത്തവണ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു ഷോ ഒരാളിലേക്ക് മാത്രമല്ല പലരിലേക്കും ഇത് കറങ്ങിപ്പോ. അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരാളിലേക്കായിരുന്നു അതിന്റെ കഥ വന്നുകൊണ്ടിരുന്നത്, അതിനു മുമ്പും ഒരാളിലേക്കായിരുന്നു കഥ. അപ്പം ഒരാളായിരിക്കും, അതായത് കഴിഞ്ഞ വർഷം അനുമോളിലോട്ട് മാത്രമായിരുന്നു കഥ, അതിനു മുന്നേ ജാസ്മിൻ ജാഫർ ആയിരുന്നു ഔട്ട്ലൈൻ, അതിനു മുന്നേ മാലാറും ശോഭയും അവരുടേതായിരുന്നു, അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത്തവണ അതായിരിക്കില്ല, ഒരു വേല നടക്കൂല എന്നുള്ളതാണ് മനസ്സിലായത്. കംപ്ലീറ്റ്ലി പ്യുവർലി ഓബ്വിയസ്ലി ഇതെന്താണ്? 100% ബിഗ് ബോസ് പൊളിറ്റിക്സ് ആണ്. കണ്ടസ്റ്റൻസ് അവിടെ വന്ന് കളിക്കുന്ന മൈൻഡ് ഗെയിം ആണ്. കൂടെ നിൽക്കുന്നതും ഗ്രൂപ്പ് കൂടുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യാതിരിക്കുന്നതും വിക്ടിം പ്ലേ കളിക്കുന്നതും ഒക്കെ. കഴിഞ്ഞ തവണ നമ്മളടുത്ത ഒരു പ്രൊമോ അവർ തന്നത് വളരെ ഓപ്പൺ ആയിട്ട് അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു സാധനമാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ കറക്റ്റ് അതേ അർത്ഥം വരുന്ന ഇന്നർ മീനിങ് ഉള്ള സാധനമാണ് ഇത്. ഒരു പരിപാടിയും നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും വിക്ടിം പ്ലേയോ അല്ലെങ്കിൽ സേഫ് പ്ലേയോ അല്ലെങ്കിൽ പെങ്ങളെ കുട്ടിയോ മറ്റേതോ മറിച്ചതോ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഒരു കുരുക്ക് വന്നിരിക്കും. ഈ പ്രൊമോയിൽ ലാലേട്ടൻ ജയിച്ച് നിൽക്കുകയാണെന്നാണോ നിങ്ങൾ കരുതിയത്? അല്ല, ഈ പ്രൊമോ ഒരിടത്ത് കൊണ്ടാണ് നിർത്തി, ആ സൺഗ്ലാസ് ഇട്ടെടുത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിനൊരു അർത്ഥമുണ്ട്. കാരണം ഈ പുള്ളി ജയിച്ചിട്ടില്ല, കാരണം അവിടെ ഒരു വൈൽഡ് കാർഡ് വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കുരുക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ജയിച്ചാൽ മാത്രം പോലെ, ഇത്രയും നാളെ നമ്മൾ ജയിച്ചു, വീണ്ടും നമ്മൾ ജയിച്ചു കൊണ്ടേയിരിക്കണം. ഇതുപോലൊരു പ്രൊമോ നമ്മൾ ബിഗ് ബോസിന്റെ സീസൺ 1 to 7 വരെ എവിടെയെങ്കിലും ഇത്രയും ഇൻഡയറക്റ്റ് ആയ ഒരു പ്രൊമോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ബിഗ് ബോസിനെ അത്രയ്ക്ക് അരച്ച് കലക്കി കുടിച്ചവർക്ക് മാത്രമേ ഇത് ഒറ്റയടിക്ക് ക്ലിക്ക് ആവത്തുള്ളൂ. ഞാൻ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ക്ലിക്കായില്ല, ഒറ്റയടിക്ക് ക്ലിക്ക് ആയില്ല. പക്ഷെ ഇത് കണ്ട് 2-3 തവണ കണ്ടപ്പോ ഞാൻ ഇതൊക്കെ എഴുതി വെച്ചപ്പോ എനിക്ക് ശരിയെ കൊള്ളാമല്ലോ എന്ന് തോന്നിപ്പോയി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊമോ? എനിക്ക് ജനറലി പറയാനാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ഇതിനകത്തൊരു ഇന്നർ മീനിങ് ഉണ്ട്, നല്ലൊരു അർത്ഥമുള്ളൊരു പ്രൊമോയാണ്, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ടാഗ്ലൈനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടുമേ ഇതിന്റെ ടാഗ്ലൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമ്മുടെ ടാഗ്ലൈൻ എപ്പോഴും ഒരു വേർഡായിരിക്കും, ഒരു പഞ്ച് ഡയലോഗ് ആയിരിക്കണം അല്ലേ? ഈ ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് നമ്മൾ ഒരിടത്തും പറയാത്തൊരു ഡയലോഗാണ്, നമ്മൾ ഒരിടത്തും നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഡയലോഗാണ് അല്ലേ? എല്ലായിടത്ത് പോയാലും ജയിക്കണം, എവിടെ പോയാലും ഒന്നാമതാവണം, ആ ഡയലോഗ് നമ്മൾ പറയും. അപ്പൊ കഴിഞ്ഞ തവണ 7ന്റെ പണിയെന്ന് നമ്മൾ പറയൂലെങ്കിൽ നമ്മൾ 8ന്റെ പണിയെന്ന് നമ്മൾ പറയും, നിനക്ക് 8ന്റെ പണി കിട്ടുമെന്ന് നമ്മൾ പറയും. അതിനു മുന്നേ നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചാലോ, നമ്മൾ എപ്പോഴും ചെയ്യണമല്ലോ, നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നമ്മൾ സംസാരിക്കും ഇല്ലേ? അതിനു മുന്നേ ഇനി തീ പാറും എന്ന് നമ്മൾ പറയുന്നത്, ഇനി കത്തും, ഇനി പൊളിക്കും, അത് പറയും. അതിനു മുന്നേ സീസൺ 4 സംഗതി കളറാവും നമ്മൾ പറയൂലേ? പറയത്തില്ലേ? അപ്പൊ സീസൺ 1 ഇനി ചെറിയ കാര്യങ്ങളില്ല, വലിയ കളികൾ മാത്രമാണ് നമ്മൾ പറയുന്ന ഡയലോഗാ. സീസൺ 2 ഇനി വലിയ കളികളുമല്ല, കളികൾ വേറെ ലെവലാണ് നമ്മൾ പറയൂലേ? സീസൺ 3 ദ ഷോ മസ്റ്റ് ഗോ ഓൺ, ഇത് എന്തായാലും മുന്നോട്ട് പോകണം എന്ന് നമ്മൾ പറയും. എന്തായാലും നമ്മൾ വെച്ചാ വെച്ച് ഇനിയിപ്പോ മുന്നോട്ട് തന്നെ
പക്ഷേ ഇപ്പൊ കഴിഞ്ഞ 7 സീസണിന്റെയും ടാഗ് ലൈൻ നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ഒരിടത്ത് അല്ലെങ്കിൽ മറ്റിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ലൈൻ ആണെങ്കിൽ ഇത് നമ്മൾ ജന്മത്ത് യൂസ് ചെയ്യാത്ത ടാഗ് ലൈൻ ആണ്. ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് എല്ലാവർക്കും ജയിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ജയിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു അത്യാർത്ഥി നമുക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ നമ്മളത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതും ഒട്ടും പ്രാക്ടിക്കൽ ആവാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും എല്ലാവർക്കും ജയിക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇതിനകത്തോടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ടാഗ് ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒറ്റ ഒരു, അതായത് ജയിച്ചാൽ മാത്രം പോരാ, ജയിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതിന് പകരമായിട്ട് എന്ത് പറയായിരുന്നു, എവിടെ പോയാലും എങ്ങനെയായാലും ജയിക്കണം എന്നുള്ള ലെവലിൽ അർത്ഥം വരുന്ന വേറൊരു സാധനം പറയണമായിരുന്നു. ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് പോയതേ ഉള്ളൂ. ഇന്നോ നാളെയോ മറ്റന്നാളോ പ്രൊമോ വരും. ഇനിയിപ്പോ സമയമില്ലെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതിനിടയ്ക്ക് തന്നെ പ്രൊമോ വന്നു. എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത്, ഞാൻ ഇത്രയും എവിഡന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ പ്രൊമോയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. സോ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്നൊക്കെയുള്ള കാര്യം മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. അപ്പം 24/7 ഉണ്ടെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അപ്പൊ നമുക്ക് ഇത്തവണയും ഹോട്ട്സ്റ്റാറിൽ കാണാൻ, വേറെ പ്രശ്നമൊന്നുമില്ല. ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, കമ്മിങ് സൂൺ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ അടുത്ത വീഡിയോ ആയിട്ട് വിശേഷമായിട്ടൊക്കെ വരാം. അപ്പൊ അതുവരേക്കും ബൈ.